ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഷിയർ കാരണം ഡയഗണൽ ടെൻഷൻ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഡെവലപ്പ് ചെയ്യുന്ന ഡയഗണൽ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കോൺക്രീറ്റിനില്ല. അപ്പോൾ ആ കോൺക്രീറ്റിന് ആ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യണം ഈ ഡയഗണൽ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വെർട്ടിക്കൽ സ്റ്റിറപ്സ്. ഓക്കെ, രണ്ടാമത്തത് ബെൻഡപ്പ് ബാർസ് അലോങ് വിത്ത് സ്റ്റിറപ്സ്. മൂന്നാമത്തത് ഇൻക്ലൈൻ സ്റ്റിറപ്സ്. ഓക്കെ, 3 ടൈപ്പാണ് മെയിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഒന്ന് വെർട്ടിക്കൽ സ്റ്റിറപ്പ്, രണ്ടാമത്തത് ബെൻഡപ്പ് ബാർസ് അലോങ് വിത്ത് സ്റ്റിറപ്സ്, മൂന്നാമത്തത് ഇൻക്ലൈൻ സ്റ്റിറപ്സ്. ഓക്കെ, ഇത് മൂന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Vertical stirrups. These are the steel bars vertically placed around the tensile reinforcement at suitable spacing along the length of the beam. അപ്പോൾ വെർട്ടിക്കൽ സ്റ്റിറപ്പ് എന്ന് പറയുന്നത് സ്റ്റീൽ ബാർസ് ആണ്. അതെങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? വെർട്ടിക്കലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിന് ചുറ്റും. ഓക്കെ, ബോട്ടത്തിൽ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും, ടോപ്പിൽ ഹാങ്കർ ബാർസ് അല്ലെങ്കിൽ കംപ്രഷൻ ബാർസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ ചുറ്റി വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്റ്റീൽ ബാർസ് ആണ് സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അറൗണ്ട് ദ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് സ്യൂട്ടബിൾ സ്പേസിങ്. അതിൻ്റെ സ്പേസിങ്, അതായത് തൊട്ടടുത്തായിട്ടല്ല ഉണ്ടാവുക, ഒരു പർട്ടിക്കുലർ സ്പേസിങ് ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സ്റ്റിറപ്പ് പ്രൊവൈഡ് ചെയ്തിട്ട് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും അടുത്ത സ്റ്റിറപ്പ് ഉണ്ടാവുക. ഓക്കെ, അതായത് ആ ലോഞ്ചിറ്റ്യൂഡനലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെയിൻ ബാർസിനെ ചുറ്റി വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള സ്റ്റിറപ്സ് ആണ്. വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള സ്റ്റീൽ ബാർസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടോപ്പിൽ നമ്മൾ ഇതിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാങ്കർ ബാർസ് കൊടുക്കും, ഇല്ലെങ്കിൽ അവിടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനെ ചുറ്റിയാണ് ഈ സ്റ്റിറപ്സ് വരുന്നത്. ആ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റി ടോപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹാങ്കർ ബാർസ് അല്ലെങ്കിൽ കംപ്രഷൻ ബാർസിനെയും ചുറ്റി വരുന്ന വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്റ്റീൽ ബാർസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡയമീറ്റർ വേരീസ് ഫ്രം 6 mm to 16 mm. അപ്പോൾ ആ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റിറപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 mm മുതൽ 16 mm വരെയാണ് കൊടുക്കാറ്. ഓക്കെ, ദ ഫ്രീ എൻഡ്സ് ഓഫ് ദ സ്റ്റിറപ്സ് ആർ ആങ്കേർഡ് ഇൻ കംപ്രഷൻ സോൺ ഓഫ് ദ ബീം ടു ദ ആങ്കർ ബാർസ് ഓർ ഹാങ്കർ ബാർ ഓർ ദ കംപ്രസീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീ എൻഡ് ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് വെർട്ടിക്കൽ സ്റ്റിറപ്സിൻ്റെ ഫിഗർ. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഗിൾ ലെഗ്ഡ് സ്റ്റിറപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ടോപ്പിൽ ബെൻഡ് ചെയ്തിട്ടുണ്ട്, താഴെയും വന്നിട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബെൻഡ് ചെയ്തിട്ട് ആ മെയിൻ ബാർസിലേക്ക്, ബോട്ടത്തിൽ മെയിൻ ബാർസ്, അതായത് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റിയിട്ടാണുള്ളത്. അതിനെ വളച്ചിട്ടാണ് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ടോപ്പിൽ ഒന്നെങ്കിൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഹാങ്കർ ബാർസ് ആവാം. അതിനെ ചുറ്റിയാണ് സ്റ്റിറപ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ 2 ലെഗ്ഡ് സ്റ്റിറപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ലെഗ്ഡ് വരുമ്പോഴാണ് ഇപ്പം പറഞ്ഞ ആ ഒരു പോയിൻ്റ് അപ്ലൈ ആവുന്നത്. ഇവിടെ ബോട്ടത്തിൽ വരുന്ന മെയിൻ ബാർസ് എന്ന് പറയുന്നത് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ടോപ്പിൽ വരുന്നത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഹാങ്കർ ബാർസ് ആണ്. അതായത് ന്യൂട്രൽ ആക്സിസിൻ്റെ മേലോട്ട് വരുന്നത് കംപ്രഷൻ സോണും താഴോട്ട് വരുന്ന ടെൻഷൻ സോണുമാണ്. അപ്പോൾ ഇതിനെ ടൈ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ ബെൻഡ് ചെയ്ത് വെക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് സോണിലാണ്, കംപ്രഷൻ സോണിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ 2 ലെഗ്ഡ് സ്റ്റിറപ്പിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെയാണ് നിങ്ങൾക്ക് അതിൻ്റെ എൻഡ്സ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് അവിടെ നിന്നാണ് അത് ബെൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അത് ചുറ്റി വന്ന് വീണ്ടും അവിടെ തന്നെ വളച്ച് അവസാനിപ്പിക്കുക ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലുള്ള ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു താഴോട്ട് 2 സാധനം ഇറങ്ങി നിൽക്കുന്ന, ആ ഒരു കമ്പി ഇറങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതതിൻ്റെ എഡ്ജാണ്. ഓക്കെ, അല്ലെങ്കിൽ അത് ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, വളച്ചവിടെ വിട്ടുപോരാതെ അല്ലെങ്കിൽ വളച്ച് വെച്ചിരിക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദ ഫ്രീ എൻഡ്സ് ഓഫ് ദ സ്റ്റിറപ്സ് ആർ ആങ്കേർഡ് ഇൻ ദ കംപ്രഷൻ സോൺ ഓഫ് ദ ബീം ടു ദ ആങ്കർ ബാർസ് ഓർ ഹാങ്കർ ബാർ ഓർ ദ കംപ്രസീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം അത് എവിടെയാണ് ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആങ്കർ ബാർസ് അല്ലേ, അല്ലെങ്കിൽ ഹാങ്കർ ബാർസ്. അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ടോപ്പിൽ അതിലേക്കാണ് വളച്ച് വെക്കുക. ഇല്ലെങ്കിൽ
കംപ്രസീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം ആണെങ്കിൽ ടോപ്പ് സോണിൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ആ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റിയിട്ട് നമ്മൾ വെർട്ടിക്കൽ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. Depending upon the magnitude of the shear force to be resisted, the vertical stirrups may be 1-legged, 2-legged, 4-legged and so on as shown in figure. അപ്പം ഷിയർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് അവിടെ വരുന്ന ഡയഗണൽ ടെൻഷൻ, ഓക്കെ, അതായത് ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഡയഗണൽ ടെൻഷൻ വരിക, അല്ലെങ്കിൽ എത്രയാണ് അവിടെ വരുന്ന ഷിയർ ഫോഴ്സ് അതിനെ ബേസ് ചെയ്തിട്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റിറപ്സിനെ, വെർട്ടിക്കൽ സ്റ്റിറപ്സിനെ 1-legged, 2-legged, അതുപോലെ തന്നെ 4-legged എന്നൊക്കെ പറഞ്ഞിട്ട് 6-legged, അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അവിടെ റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഷിയർ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ലെഗ് നമ്മൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ആ ലെഗ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെർട്ടിക്കൽ കമ്പോണൻസ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ്. ആ സ്റ്റിറപ്സ് വെർട്ടിക്കലായിട്ട് വരുന്ന പോർഷൻ, അതാണ് ലെഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ ലെഗിൽ എത്ര വെർട്ടിക്കൽ പോർഷനുള്ള ഒരൊറ്റ വെർട്ടിക്കൽ പോർഷനേ ഉള്ളൂ അല്ലേ. അതേപോലെ 2-legged സ്റ്റിറപ്പ് നോക്കുകയാണെങ്കിൽ 2 വെർട്ടിക്കൽ പോർഷൻ കാണാം, വെർട്ടിക്കലായിട്ടുള്ള ആ സ്റ്റിറപ്സിൻ്റെ പോർഷൻ. ഓക്കെ, വെർട്ടിക്കൽ 1, 2, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരും 1, റൈറ്റ് സൈഡിലേക്ക് 1. ഓക്കെ. ഈ ഫിഗറിൽ ലെഗാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് എക്സാക്ട്ലി ആ ലെഗ് മാത്രമായിട്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇപ്പം സിംഗിൾ ലെഗിലാണെങ്കിൽ ആ ഒരു ഒറ്റ പോർഷൻ, ഒറ്റ വെർട്ടിക്കലായിട്ടുള്ള പോർഷനേ ഉള്ളൂ ആ സിറപ്പിന്, അതിനെയാണ് ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ 2-legged കേസിലാണെങ്കിൽ 2 വെർട്ടിക്കൽ പോർഷൻ കാണാം. ഓക്കെ. അതായത് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ ഒരു സ്ക്വയർ പോലെയാണ് നിൽക്കുന്നതെങ്കിൽ ആ സ്ക്വയറിന് എത്ര വെർട്ടിക്കൽ പോർഷൻ ഉണ്ട്, 2 എണ്ണമാണ് അല്ലേ, 2 എണ്ണം ഹൊറിസോണ്ടലാണ്. അതുപോലെ ആ വരുന്ന വെർട്ടിക്കൽ പോർഷനാണ് ലെഗ് എന്ന് പറയുന്നത്. അപ്പോൾ 2-legged സ്റ്റിറപ്പിൽ നിങ്ങൾക്ക് 2 വെർട്ടിക്കൽ പോർഷൻ അവിടെ കാണാം. അപ്പോൾ അതിൻ്റെ പേര് 2-legged സ്റ്റിറപ്പാണ്. ഇവിടെ താഴെ 4-legged സ്റ്റിറപ്പിൻ്റെ കേസാണെങ്കിൽ ലെഫ്റ്റ് എൻഡിൽ 1 ലെഗ്, നടുക്ക് വരുന്നപ്പോൾ 2 ലെഗ് ഉണ്ട് അല്ലേ, 2 ലെഗ് ഉണ്ട്. റൈറ്റ് എൻഡിലേക്ക് വന്നപ്പോൾ 1 ലെഗ്, ടോട്ടൽ 4 ലെഗ്സ് ആണുള്ളത്. അതേപോലെ 6-legged സ്റ്റിറപ്പിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 1 ലെഗ്, അതിൻ്റെ നെക്സ്റ്റ് പോർഷനിലേക്ക് വരുമ്പോൾ 2 ലെഗ്, അതിൻ്റെ നെക്സ്റ്റ് പോർഷനിൽ വരുമ്പോൾ വേറെ 2 ലെഗ്, ഏറ്റവും റൈറ്റ് എൻഡിൽ 1 ലെഗ്, അങ്ങനെ ടോട്ടൽ 6 ലെഗ് ആണുള്ളത്. ഓക്കെ, അതാണ് ലെഗ്. അപ്പം നമ്മൾ ലെഗ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഷിയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റിയും ഇതിന് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് ആങ്കർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡിൽ നിന്ന് ടോപ്പ് കംപ്രഷൻ സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ചുറ്റി ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിനെയും ചുറ്റി അത് ടോപ്പിലേക്ക് വന്ന് ഈ എൻഡിൽ വന്നിട്ട് ജസ്റ്റ് ഇവിടെ വളഞ്ഞ് ഇങ്ങനെ അവസാനിച്ച് നിൽക്കുക ചെയ്യുന്നത്. ഓക്കെ. ഇതിപ്പോൾ ഞാൻ വരച്ചപ്പോൾ അത്ര സ്ക്വയർ ആയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ക്ലിയർ ആവും. അതായത് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്ന് അത് ചുറ്റും ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റി മേലെ വന്ന് വളഞ്ഞ് നിന്നിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ആ 2 പോർഷൻ നിങ്ങൾക്ക് ടോപ്പ് പോർഷനിൽ കാണുന്ന 2 ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ ഒരു പോർഷനാണ് ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ സ്റ്റിറപ്പ് ബെൻഡ് ചെയ്ത് തുടങ്ങുന്നത് ഒരു എൻഡിൽ നിന്ന് ബെൻഡ് ചെയ്ത് തുടങ്ങും, അത് ഫുൾ ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്തെ എൻഡ് എന്ത് ചെയ്യും, വളച്ചിട്ട് അവിടെ തന്നെ വെക്കും. ഓക്കെ, ആ ഒരു പൊസിഷനിൽ തന്നെ വളച്ച് വെക്കും. അപ്പോൾ ശരിക്കും അത് ആങ്കേർഡ് ആയിട്ട് അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നുള്ളൂ. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ടോപ്പിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആങ്കർ ബാർസിൻ്റെ ആ സ്റ്റിറപ്സിൻ്റെ ഫ്രീ എൻഡ്സ് ആണ് ഈ ടോപ്പിൽ കാണുന്ന 2 പോർഷൻ. അതാണ് ഞാൻ നേരത്തെ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അവിടെയാണ് ആങ്കർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഇതിലും വെർട്ടിക്കൽ സ്റ്റിറപ്സിലും നിങ്ങൾക്ക് കാണാം സിംഗിൾ ലെഗ്ഡ് ആണെങ്കിലും ആങ്കർ ചെയ്ത് ജസ്റ്റ് വളച്ച് വെച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ അതായത് ഒരു എൻഡ് ബോട്ടത്തിൽ വളച്ചിട്ടുണ്ട്, ഒരു എൻഡ് ടോപ്പിൽ വളച്ച് വെച്ചിട്ടുണ്ട് സിംഗിൾ ലെഗ്ഡിൽ. 2-legged വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്രഷൻ സോണിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇതിലാണ് ഈ ഒരു ഫിഗറിൽ വരച്ചിരിക്കുന്നത്. അതായത് 2 എൻഡ്സ് ആണ്, ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ എൻഡിൽ വന്ന് ക്ലോസ് ചെയ്യും, അത് വളച്ച് അവിടെ ആങ്കർ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അതേപോലെ 4-legged സിറപ്പിൽ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 2 സ്ഥലത്ത് ഇതിൻ്റെ സിറപ്സിൻ്റെ എൻഡ്സ് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒന്ന് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സ്ക്വയർ പോർഷൻ്റെ ആണ്. ഓക്കെ, ആ സ്ക്വയർ പോർഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്ക്വയർ പോർഷനായി അവിടെ വന്ന് അവസാനിച്ചു. ഓക്കെ, അത് രണ്ടാമത്തെ ആ ഒരു സ്ക്വയർ പോർഷൻ അതിൻ്റെ എൻഡ്സ് ആണ് നിങ്ങൾക്ക്, ആ സിറപ്പിൻ്റെ എൻഡ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. ഈ 2 സിറപ്സും കൂടി ചേർന്ന് ടോട്ടൽ വരുമ്പം 4 ലെഗ്സ് ഉണ്ടാവും.
ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ സ്ക്വയർ പോർഷന് 2 ലെഗ്സ്, റൈറ്റ് സൈഡിലുള്ള ആ സ്ക്വയർ പോർഷൻ 2 വെർട്ടിക്കൽ പോർഷൻ, ടോട്ടൽ 4 ലെഗ്സ്. അതേപോലെ തന്നെയാണ് 6 ലെഗിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അവിടെ എൻസ് നിങ്ങൾക്ക് 3 എൻസ് കാണാം. ഓക്കെ, അതായത് ആ സിറപ്പിൻ്റെ എൻസ് നിങ്ങൾക്ക് കാണാം ആ കംപ്രഷൻ സോണിൽ. ഒന്ന് ഈ ഏറ്റവും ലെഫ്റ്റ് എൻഡിലുള്ള ആ സ്ക്വയർ പോർഷൻ്റെ എൻസാണ്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത് മിഡിലിൽ കാണുന്നത് നിങ്ങൾക്ക് ഈ മിഡിലിൽ വരുന്ന സ്ക്വയറിൻ്റെ ആ സിറപ്പിൻ്റെ 2 എൻ പോർഷനാണ്. അതേപോലെ റൈറ്റ് സൈഡിലുള്ള ആ സിറപ്പിൻ്റെ 2 എൻസാണ് നിങ്ങൾക്ക് ടോപ്പിൽ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അതായത് ആങ്കർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ പോർഷൻ്റെ നമ്പറിനനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര ലെഗ്ഡ് സിറപ്പാണെന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ, it is desirable to use closely spaced stirrups for better prevention of diagonal cracks. അപ്പം ഇതിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് കൂടുന്നത് ഇതിൻ്റെ സ്പേസിങ് അടുത്ത് വരുന്നതിനനുസരിച്ചിട്ടാണ്. ഓക്കെ, ഷിയർ റെസിസ്റ്റൻസ് കൂടുന്നത് ഈ സിറപ്സിൻ്റെ സ്പേസിങ് അടുത്ത് വരുന്നതിനനുസരിച്ചാണ്. അത് ക്ലോസ് ആയിട്ട് സ്പേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റിയും കൂടുതലാണ്. ഓക്കെ, ദ സ്പേസിങ് ഓഫ് സ്റ്റിറപ്സ് നിയർ ദ സപ്പോർട്ട്സ് ക്യാൻ ബി ലെസ് ആസ് കമ്പയർഡ് ടു സ്പേസിങ് നിയർ ദ മിഡ് സ്പാൻ സിൻസ് ഷിയർ ഫോഴ്സ് ഈസ് മാക്സിമം അറ്റ് ദ സപ്പോർട്ട്സ്. അപ്പോൾ നമുക്ക് ഈ സ്പേസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ സിറപ്സിൻ്റെ സ്പേസിങ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മിഡ് സ്പാനിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതലും അതുപോലെ തന്നെ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് സ്പേസിങ് കുറച്ചും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് സ്പാനിലേക്ക് വരുമ്പം ബെൻഡിങ് മൊമെൻ്റ് ആണ് മാക്സിമം വരുന്നത് അല്ലേ, ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആവുക ചെയ്യുന്നത്. സപ്പോർട്ട്സിലേക്ക് വരുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കൂടുതലാണ് വരുന്നത്. അപ്പോൾ ആ കൂടുതൽ വരുന്ന ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിലേക്ക് വരുമ്പോൾ സിറപ്സിൻ്റെ സ്പേസിങ് നമുക്ക് കുറച്ച് അടുപ്പിച്ച് കൊടുക്കണം, സ്പേസിങ് കുറച്ച് കൊടുക്കണം. മിഡ് സ്പാനിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്പേസിങ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കൂടുതലും ആയിട്ടും കൊടുക്കാം എക്കണോമിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ. ഇല്ലെങ്കിൽ ഒരേ സ്പേസിങ് തന്നെ കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്കണോമിക്കൽ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് സ്പേസിങ് നമുക്ക് കൂടുതൽ കൊടുക്കാം. സപ്പോർട്ടിലേക്ക് വരുമ്പോൾ സ്പേസിങ് കുറച്ചും കൂടി ക്ലോസ് ആയിട്ടും കൊടുക്കാം. ഓക്കെ, ദ സ്പേസിങ് ഓഫ് സ്റ്റിറപ്സ് നിയർ ദ സപ്പോർട്ട്സ് ക്യാൻ ബി ലെസ്. അപ്പോൾ സപ്പോർട്ടിൽ വരുമ്പോൾ സ്പേസിങ് എന്ത് ചെയ്യാം, കുറയ്ക്കാം എന്നുള്ളതാണ്. ആസ് കമ്പയർഡ് ടു സ്പേസിങ് നിയർ ദ മിഡ് സ്പാൻ. മിഡ് സ്പാനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്പേസിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം സപ്പോർട്ടിലേക്ക് വരുമ്പോൾ സ്പേസിങ് കുറച്ചും കൂടി നമുക്ക് കുറയ്ക്കാം, സിൻസ് ഷിയർ ഫോഴ്സ് ഈസ് മാക്സിമം അറ്റ് സപ്പോർട്ട്. ഓക്കെ, ബെൻഡ് അപ്പ് ബാർസ് അലോങ് വിത്ത് വെർട്ടിക്കൽ സ്റ്റിറപ്സ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ബെൻഡ് അപ്പ് ബാർസ് അലോങ് വിത്ത് വെർട്ടിക്കൽ സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ഓൾറെഡി അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നത് ബെൻഡ് അപ്പ് ബാർസ് ആണ്. അപ്പോൾ എന്താണ് ഈ ബെൻഡ് അപ്പ് ബാർസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സം ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് ഇൻ എ ബീം ക്യാൻ ബി ബെൻഡ് അപ്പ് നിയർ ദ സപ്പോർട്ട്സ് വെർ ദേ ആർ നോട്ട് റിക്വയർഡ് ടു റെസിസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റ് ഈസ് വെരി ലെസ് നിയർ ദ സപ്പോർട്ട്സ്. അപ്പം നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ബോട്ടത്തിൽ ബെൻഡിങ് മൊമെൻറ്റ് കാരണം വരുന്ന ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടം സോണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 നമ്പേഴ്സ് ഓഫ് 16 mm ഡയമീറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 4 നമ്പേഴ്സ് 16 mm 4 റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടം സോണിൽ ആ ബീമിന് അലോങ് ആയിട്ടുണ്ടാവും, ബീമിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അതിൽ ബാർസ് ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ബോട്ടത്തിലുള്ള ബാർ സപ്പോർട്ടിലേക്ക് എത്തുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്, ഇപ്പം സപ്പോർട്ട്സിൽ വരുമ്പം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ, ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ കുറഞ്ഞു വരും. മിഡ് സ്പാനിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും സപ്പോർട്ടിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ വരിക. ഓക്കെ, അപ്പോൾ കുറഞ്ഞ് വരുമ്പോൾ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ശരിക്കും ബെൻഡിങ് മൊമെൻറ്റ് 0 ആവുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവിടെ ആ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് 0 ആയതുകൊണ്ട് തന്നെ അവിടെ ടെൻസൈൽ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യകത ശരിക്കും ഇല്ല. ഓക്കെ, ശരിക്കും ഇല്ല, പക്ഷേ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ അവിടെ വരുന്ന ഫുൾ ബാർസും അവിടെ ബോട്ടത്തിലൂടെ റൺ ചെയ്യണമെന്നില്ല സപ്പോർട്ടിലേക്ക് വരുമ്പോൾ. അപ്പോൾ 4 ബാർസാണ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ അതിൽ 2 ബാർ നമുക്ക് വേണമെങ്കിൽ ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് കൊടുക്കാം. ഓക്കെ, ടോപ്പ് സോണിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇൻക്ലൈൻഡ് ആയിട്ട്, അതായത് ബോട്ടത്തിലൂടെ പോകുന്ന ബാർ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സപ്പോർട്ട് എത്തുന്നതിൻ്റെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്തിട്ട് ടോപ്പ് സോണിലേക്ക് ആ ബാറിനെ ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പം അവിടെ ശരിക്കും നമുക്ക് ഇപ്പോൾ 4 ബാറുള്ളതിൽ 2 ബാർ മാത്രമേ ബോട്ടത്തിൽ ആ സപ്പോർട്ടിലേക്ക് പോകുന്നുള്ളൂ. കാരണം അവിടെ ബെൻഡിങ് മൊമെൻറ്റ് കുറവായതുകൊണ്ട് അവിടെ ഇൻ കേസ് ചെറിയ ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടായാൽ തന്നെ ഈ 2 ബാർ അതിനെ റെസിസ്റ്റ് ചെയ്തോളും. ബാക്കി 2 ബാർ നമ്മൾ ബെൻഡ് ചെയ്ത് ടോപ്പ് സോണിലേക്ക് പ്രൊവൈഡ് ചെയ്തു, കംപ്രഷൻ സോണിലേക്ക് പ്രൊവൈഡ് ചെയ്തു, ഇൻക്ലൈൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ,
അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പം ഇതിനൊരു ഷിയർ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഇൻക്ലൈൻഡായിട്ട് ബോട്ടത്തിലുള്ളതിനെ സപ്പോർട്ടിലേക്ക് ശരിക്കും വരുന്ന സമയത്ത് ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ അവിടെ ഫുൾ റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യമില്ല. കാരണം ബെൻഡിങ് മൊമെൻറ്റ് സപ്പോർട്ടിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ടെൻഷൻ സോണിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസിനെ നമുക്ക് ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. Some of the longitudinal bars in a beam can be bent up near the supports where they are not required to resist bending moment. Bending moment is very less near the supports. These bent up bars resist diagonal tension. അങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഈ മെയിൻ ബാർസ് എന്ത് ചെയ്യും, ഡയഗണൽ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യും. ഡയഗണൽ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ആ ഡയഗണൽ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ബെൻഡ് അപ്പ് ബാർസിന് പറ്റും. ഓക്കെ, ഈക്വൽ നമ്പർ ഓഫ് ബാർസ് ആർ ടു ബി ബെൻഡ് ഓൺ ബോത്ത് സൈഡ്സ് ടു മെയിൻറ്റെയിൻ സിമെട്രി. അപ്പം നമ്മൾ ബെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പം രണ്ട് സപ്പോർട്ട്സ് ഉണ്ടാവും. ആ സപ്പോർട്ടിൽ ഇപ്പോൾ ഒരു സപ്പോർട്ടിൽ നിങ്ങളിപ്പോൾ 2 ബാറാണ് ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ 2 ബാർസ് ടോട്ടൽ ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം ടോപ്പിലേക്ക്. ഓക്കെ, അതായത് സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1 ബാറാണ് ബെൻഡ് ചെയ്തതെങ്കിൽ റൈറ്റ് സൈഡിൽ ഇപ്പം 2 ബാർ ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിമെട്രി അവിടെ നഷ്ടപ്പെടും. എന്നാൽ ബെൻഡ് ചെയ്യുമ്പം ഒരേപോലെ 2 സൈഡിലും ഒരുപോലെ വരുന്ന രീതിയിൽ ബെൻഡ് ചെയ്യണം. ഓക്കെ, ദ ബാർസ് ക്യാൻ ബി ബെൻഡ് അപ്പ് അറ്റ് മോർ ദാൻ 1 പോയിൻറ്റ് യൂണിഫോംലി അലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം. അപ്പോൾ ഈ ബാർ നമുക്ക് മോർ ദാൻ 1 പോയിൻറ്റ് എന്ന് പറയുമ്പോൾ 2 സ്ഥലത്ത് ബെൻഡ് ചെയ്യാം. ഒരേ ബാർ തന്നെ 2 സ്ഥലത്തും ബെൻഡ് ചെയ്യാം. അതായത് ഇപ്പോൾ മുന്നേ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും ബെൻഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഒരുപോലെ ആയിരിക്കണം. ഇപ്പോൾ 2 ബാർ ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും 2 ബാർ ബെൻഡ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അത് ഏത് ബാർ വേണമെങ്കിലും ആവാം. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ ബെൻഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് 2 ബാറുകളാണെങ്കിൽ റൈറ്റ് സൈഡിൽ അത് 3-4 ബാറുകളാവാം ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് ഇട്ടിരിക്കുന്നത്, അങ്ങനെ ആവാം. ഇല്ലെങ്കിൽ ഈ സെയിം ബാർ തന്നെ ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. 2 എൻഡിലും സെയിം ബാർ തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദ ബാർസ് ക്യാൻ ബി ബെൻഡ് അപ്പ് അറ്റ് മോർ ദാൻ 1 പോയിൻറ്റ് യൂണിഫോംലി അലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം. ആ സെയിം ബാർ തന്നെ ഒരു പോയിന്റിൽ കൂടുതൽ ബെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ബാർ ഇപ്പം ബാർ നമ്പർ 1ഉം 2ഉം ആണ് ലെഫ്റ്റ് സൈഡിൽ ബെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലും ആ സെയിം ബാർ തന്നെ ബെൻഡ് ചെയ്യാം. അപ്പോൾ സിമെട്രിയും പോസിബിൾ ആണ്. ഈ ബാർ കൂടുതൽ തവണ, അതായത് ഒന്നിൽ അധികം, അതായത് 2 തവണ എന്ത് ചെയ്യാം, ഒരേ ബാർ തന്നെ ബെൻഡ് ചെയ്ത് കംപ്രഷൻ സോണിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. ലെഫ്റ്റ് എൻഡിൽ പ്രൊവൈഡ് ചെയ്ത അതേ ബാർ, അതായത് ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്ത അതേ ബാർ തന്നെ റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സിമെട്രിയാണ്. 2 സൈഡിലും ബെൻഡ് അപ്പ് ചെയ്തിരിക്കുന്ന ബാറിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ സെയിം ബാർ തന്നെ 2 എൻഡിലും ബെൻഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഓക്കെയാണ്. ഓക്കെ, ദീസ് ബാർസ് ആർ യൂഷ്വലി ബെൻഡ് അറ്റ് 45 ഡിഗ്രി ആസ് ഷോൺ ഇൻ ഫിഗർ. ഇപ്പോൾ ഈ ബാർ നോർമലി 45 ഡിഗ്രിയിലാണ് ഇൻക്ലൈൻ ചെയ്ത് കൊടുക്കുക. അതായത് ബോട്ടത്തിലുള്ള ബാർ 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ടാണ് ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ദിസ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഹെവിയർ ഷിയർ ഫോഴ്സസ്. അപ്പം കൂടുതൽ ഷിയർ ഫോഴ്സസ് വരുമ്പം റെസിസ്റ്റ് ചെയ്യാൻ ഓൾറെഡി അവിടെ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ബാറും ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് കുറച്ചും കൂടി കൂടുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം കൂടുതൽ ഷിയർ ഫോഴ്സ് വന്നാലും ഇതിന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ ടോട്ടൽ ഷിയർ റെസിസ്റ്റൻസ് ഓഫ് ദ ബീം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബെൻഡ് അപ്പ് ബാർസ് ആൻഡ് വെർട്ടിക്കൽ സ്റ്റിറപ്സ്. അപ്പോൾ ഈ ടോട്ടൽ ഷിയർ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ സ്റ്റിറപ്പ് എത്ര ഷിയറിനെ റെസിസ്റ്റ് ചെയ്യും അത് സെപ്പറേറ്റ് കണ്ടുപിടിക്കും. അതുപോലെ ഈ ബെൻഡ് അപ്പ് ബാർസ് എത്ര ഈ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളത് സെപ്പറേറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് ഇത് രണ്ടും ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ ആ ബീമിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ്ലി ആണ് ബൈ ആഡിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബെൻഡ് അപ്പ് ബാർസ് ആൻഡ് വെർട്ടിക്കൽ സ്റ്റിറപ്സ്. അതായത് രണ്ടും സെപ്പറേറ്റ്ലി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ട് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ ഷിയർ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബെൻഡ് അപ്പ് ബാർസ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ബെൻഡ് അപ്പ് ബാർസിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് ഉള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ ഹാഫിനേക്കാളും കൂടില്ല. ഓക്കെ, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ബെൻഡ് അപ്പ് ബാർസ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഷിയർ റെസിസ്റ്റൻസിൻ്റെ ഹാഫിനേക്കാളും ഒരിക്കലും നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ റെസിസ്റ്റൻസ് കൂടില്ല. ഓക്കെ, മാക്സിമം ഹാഫ് വരെ ഷിയർ റെസിസ്റ്റൻസ് വരുള്ളൂ. അതായത് ബെൻഡ് അപ്പ് ബാർസ് പ്രൊവൈഡ് ചെയ്താൽ ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ റെസിസ്റ്റൻസിൻ്റെ ഹാഫിനേക്കാളും അത് കൂടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണാം. ബെൻഡ് അപ്പ് ബാർസ് അലോങ് വിത്ത് വെർട്ടിക്കൽ സ്റ്റിറപ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാം.
അതേപോലെ ഈ എൻഡിലേക്ക് സപ്പോർട്ടിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ബോട്ടത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ബെൻഡ് ചെയ്തിട്ട് ആ ഇൻക്ലിനേഷൻ ആൽഫ എന്ന് പറയുന്ന ഇൻക്ലിനേഷനിൽ ബെൻഡ് ചെയ്തിട്ട്, ആ ഇൻക്ലിനേഷൻ നമ്മൾ നോർമലി 45 ഡിഗ്രിയാണ് പ്രൊവൈഡ് ചെയ്യുക, അത് ഇൻക്ലൈൻ ചെയ്തിട്ട് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ടോപ്പിലെത്തിയതിന് ശേഷം അത് സ്ട്രെയിറ്റ് ആയി. ഓക്കെ, ടോപ്പിനനുസരിച്ച് ടോപ്പിന് അലോങ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് അല്ലെങ്കിൽ ആങ്കർ ബാർസിന് പാരലായിട്ട് എന്ത് ചെയ്യും, ഈ ബോട്ടത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റും ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലൂടെ റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഷിയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ഓക്കെ, രണ്ടാമത്തേത് ക്ലിയർ ആയോ? മൂന്നാമത്തെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ടൈപ്പ് ഇൻക്ലൈൻഡ് സിറപ്സ് ആണ്. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ സിറപ്പ് പഠിച്ചു, അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സിറപ്പ് ഉണ്ട്. നമ്മൾ വെർട്ടിക്കൽ സിറപ്സ് എങ്ങനെയാണ്, വെർട്ടിക്കലായിട്ട് കൃത്യമായിട്ട് വെർട്ടിക്കലായിട്ട് റൺ ചെയ്യുന്ന ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. എന്നാൽ ഇൻക്ലൈൻഡ് സിറപ്സ് അത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ആ സിറപ്പ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും. Okay, inclined syrups are provided generally at 45 degree for resisting diagonal tension as shown in figure. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ ഈ സിറപ്സ് എങ്ങനെയായിരിക്കും, ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും. അതായത് ഇവിടെ 45 ഡിഗ്രിയിലാണ് നോർമലി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ 45 ഡിഗ്രീസിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകും സിറപ്സ്, കണ്ടിന്യൂസ് ആയിട്ട് 45 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യും, സിറപ്സ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ വെർട്ടിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ഇൻക്ലൈൻഡ് സിറപ്സ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും ഹോൾ ത്രൂ ദ ലെങ്ത് ഓഫ് ദ ബീം. അപ്പോൾ ഇതിൻ്റെ സ്പേസിങ് നിങ്ങൾക്ക് അവിടെ കാണാം, SV എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ രണ്ട് ബാസുകൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രണ്ട് സിറപ്പുകൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ് SV. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇൻക്ലൈൻഡ് സിറപ്സ് ആർ പ്രൊവൈഡഡ് ജനറലി അറ്റ് 45 ഡിഗ്രി ഫോർ റെസിസ്റ്റിംഗ് ഡയഗണൽ ടെൻഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. ദേ ആർ പ്രൊവൈഡഡ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ബീം. അപ്പോൾ ത്രൂ ഔട്ട് ദ ലെങ്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ ഇൻക്ലൈൻഡ് സിറപ്സ് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി മോസ്റ്റ് എഫക്റ്റീവ് ഇൻ എൻഹാൻസിങ് ദ ഓവറോൾ ഷിയർ റെസിസ്റ്റൻസ് ഓഫ് ദ ബീം. ഓക്കെ, ഡയഗണൽ ടെൻഷൻ ഈ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻക്ലൈൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. Okay, it is considered to be most effective in enhancing the overall shear resistance of the beam. പക്ഷേ നമ്മളിത് മോസ്റ്റ്ലി പ്രാക്ടിക്കലി കൊടുക്കാറില്ല. ഒന്ന്, അത് സ്ലിപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻ കേസ് എന്തെങ്കിലും ആ 45 ഡിഗ്രി ആംഗിൾ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇൻ കേസ് അവിടെ എന്തെങ്കിലും കാരണവശാൽ 45 ഡിഗ്രിയിലും താഴെയായി പോയി അതിൻ്റെ ആംഗിളെങ്കിൽ അത് സ്ലിപ്പ് ചെയ്ത് പോകാൻ, അതായത് മെയിൻ ബാസ് അത് സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കുറവാണ്. എന്നാലും ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നോർമലി വെർട്ടിക്കൽ സിറപ്സ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ഇൻക്ലൈൻഡ് സിറപ്പ് കൊടുക്കുന്നതാണ്. കാരണം നമ്മൾ ഡയഗണൽ ടെൻഷൻ വരുന്ന, അതായത് ഡയഗണൽ ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡയഗണൽ ടെൻഷൻ ഒക്കർ ചെയ്യുന്നത് 45 ഡിഗ്രി ആംഗിളിലാണ്, ഡയഗണലിന് അലോങ് ആയിട്ടാണ്. അപ്പോൾ അതേ ഇൻക്ലിനേഷനിൽ തന്നെ നമ്മളിവിടെ ഇൻക്ലൈൻഡ് സിറപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റി, ആ ഒരു പർട്ടിക്കുലർ ബീമിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യുക. Okay, if the stirrups are inclined at an angle less than 45 degree, there is chance of slipping along the longitudinal bars. അപ്പോൾ 45 ഡിഗ്രിയിൽ കുറവായാൽ ഓക്കെ അവിടെ സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ 3 ടൈപ്സ്. ഒന്ന് വെർട്ടിക്കൽ സിറപ്സ്, ഒന്ന് ബെൻഡ് ബാർസ് അലോങ് വിത്ത് വെർട്ടിക്കൽ സിറപ്സ്, മൂന്നാമത്തത് ഇൻക്ലൈൻഡ് സിറപ്സ്. ഓക്കെ, shear strength of reinforced concrete beam. Concrete is good in shear, so its shear strength is to be considered in the design of reinforced cement concrete beam, that is RCC beam. The shear strength or resistance of a reinforced concrete beam depends upon the following. അപ്പോൾ കോൺക്രീറ്റ് ഷിയർ ഫോഴ്സിന് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യും അല്ലേ. കോൺക്രീറ്റിൻ്റെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ശരിക്കും. പക്ഷേ ഇത് കാരണം ഡയഗണൽ ടെൻഷൻ വരുന്നത് കൊണ്ടാണ് നമ്മളവിടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ കോൺക്രീറ്റിൻ്റെ ഷിയർ സ്ട്രെങ്ത്തും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം ഇത് ഷിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അല്ലെങ്കിൽ ആ ബീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. Okay, the shear strength or resistance of a reinforced concrete beam depends upon the following. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഷിയർ റെസിസ്റ്റൻസ് RCC ബീമിൻ്റെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഒന്ന്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്. ദ ഷിയർ റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്.
ഹയർ ദ ഗ്രേഡ് ഹയർ ഈസ് ദ ഷിയർ സ്ട്രെങ്ത്. അപ്പം ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണ്, ഇപ്പം M10 ആണെങ്കിൽ അതുപോലെ M20 ആണെങ്കിൽ അങ്ങനെ ഓരോ ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ഓരോ ഗ്രേഡിനനുസരിച്ചിട്ടും ഓരോ ഷിയർ സ്ട്രെങ്ത് ആയിരിക്കും. ആ ഗ്രേഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ M20നേക്കാളും കൂടുതൽ ഷിയർ സ്ട്രെങ്ത് ആയിരിക്കും M25 കോൺക്രീറ്റ് ഉണ്ടാവുക. M30ക്ക് M25നേക്കാളും കൂടുതലായിരിക്കും. അതായത് ആ ഗ്രേഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ ഷിയറിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടും. രണ്ടാമത്തത് പെർസെൻറ്റേജ് ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഷിയർ റെസിസ്റ്റൻസും കൂടും. അതായത് നമ്മൾ ടെൻഷൻ സോണിൽ ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അതായത് ടെൻഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്, ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ്. ഓക്കെ, ആ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? AST/BD എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ആ ഡിറൈവ് ചെയ്തു അല്ലേ. AST/B × D, ബ്രെഡ്ത്ത് ഓഫ് ദ ബീം ഇൻറ്റു എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദ ബീം. ഓക്കെ, അപ്പം ആ വാല്യൂ, ആ പെർസെൻറ്റേജിന് അതിൻ്റെ പെർസെൻറ്റേജ്, അപ്പോൾ AST/BD × 100 അതാണ് പെർസെൻറ്റേജ് വരിക. അപ്പോൾ ആ പെർസെൻറ്റേജ് ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി, ഷിയർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റിയും കൂടുതലാണെന്നുള്ളതാണ്. Percentage of tensile reinforcement. The shear strength of a reinforced concrete beam increases with the percentage of tensile reinforcement. ഓക്കെ, അപ്പം പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഷിയർ സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സാണ് കോൺക്രീറ്റിൻ്റെ ഷിയർ സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതായത് ഇപ്പം പറഞ്ഞത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൂടാതെ കോൺക്രീറ്റിൻ്റെ ഷിയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി, സ്ട്രെങ്ത്, അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇപ്പം പറഞ്ഞ രണ്ട് പോയിൻറ്റ്സ്: ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, പെർസെൻറ്റേജ് ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ഒബ്വിയസ്ലി നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കപ്പാസിറ്റി അവിടെ കൂടും. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാതെ തന്നെ കോൺക്രീറ്റിനൊരു ഷിയർ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ആ ഷിയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ രണ്ട് ഫാക്ടേഴ്സിലാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.